പോറ്റിയെ കേറ്റിയെ പാരഡിക്കെതിരെ DGPക്ക് ലഭിച്ച പരാതി ADGPക്ക് കൈമാറി. പരാതിയിൽ അന്വേഷണം ഉണ്ടാകും, ആവശ്യമെങ്കിൽ കേസെടുക്കും. തിരുവാഭരണ പാത സംരക്ഷണ സമിതിയാണ് പരാതി നൽകിയത്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങളുമായി. സനിസ, എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? അജീംസ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറെ വൈറലായ ഒരു പാരഡി ഗാനമാണ് പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന ഗാനം. ഇതിലാണ് ഇപ്പോൾ തിരുവാഭരണ പാത സമിതി പരാതിയുമായി DGPക്കാണ് ആദ്യഘട്ടത്തിൽ പരാതി നൽകിയത്. DGP ഈ പരാതി ADGPക്ക് കൈമാറുകയായിരുന്നു. ഈ പരാതിയിൽ കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്നാണ് ആദ്യഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നോക്കുക. ഇത്തരത്തിൽ കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്നായിരിക്കും അന്വേഷണം. കൂടാതെ തന്നെ ഈ അയ്യപ്പന്മാരുടെ വികാരത്തെ വ്രണപ്പെടുത്തി, അയ്യപ്പ ഭക്തിഗാനത്തെ വ്രണപ്പെടുത്തി വികലമാക്കി എന്നതടക്കം ആരോപിച്ചാണ്, ചൂണ്ടിക്കാട്ടിയാണ് തിരുവാഭരണ പാത സമിതി ഇത്തരത്തിൽ കേസ് നൽകാൻ വേണ്ടി പരാതി നൽകിയിരിക്കുന്നത്, കേസെടുക്കാൻ വേണ്ടി പരാതി നൽകിയിരിക്കുന്നത്. കൂടാതെ തന്നെ CPM-ഉം ഈ വിഷയത്തിൽ പരാതിയുമായി രംഗത്തുണ്ട്. CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അടക്കം ഈ പരാതി ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിൽ CPM-നെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പാരഡി ഗാനമാണ് പുറത്തിറക്കിയത് എന്നതടക്കം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതുപോലെ തന്നെ റഹീം MP-യും ഈ പാരഡി ഗാനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇത്തരത്തിൽ CPM ആണ് ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊളയിൽ സ്വർണം കട്ടത്, അത് ചെമ്പാക്കി മാറ്റിയത്, പോറ്റിയെ ശബരിമലയിൽ കയറ്റി സ്വർണം ചെമ്പാക്കി മാറ്റുകയായിരുന്നു എന്ന ഉള്ളടക്കത്തോടെയാണ് ഈ പാരഡി ഗാനം ഇറങ്ങിയത്. ഇത് നാദാപുരത്ത് ചാലപ്പുറം സ്വദേശി കുഞ്ഞബ്ദുള്ളിയാണ്, ഖത്തർ ജോലി ചെയ്യുന്ന കുഞ്ഞബ്ദുള്ളിയാണ് ഈ ഗാനത്തിന്റെ രചയിതാവ്. മലപ്പുറത്തെ ഒരു സ്റ്റുഡിയോ ആണ് അവരുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഈ പാരഡി ഗാനം പുറത്തിറക്കിയത്. എന്നാൽ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ വൈറലാവുകയായിരുന്നു. ഇപ്പോഴും ആ ഗാനത്തിന്റെ ഒരു ട്രെൻഡ് അവസാനിച്ചിട്ടില്ല. എന്നാൽ ഇത്തരം പാരഡി ഗാനങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ സാധാരണമാണ്. എല്ലാ പാർട്ടികളും, CPM അടക്കം എല്ലാ പാർട്ടികളും ഈ ഒരു പാരഡി ഗാനങ്ങൾ ഇറക്കുന്നതാണ്. പലപ്പോഴും അത് മറ്റു പാർട്ടികളെ കളയാക്കിക്കൊണ്ട്, മറ്റു പാർട്ടികളുടെ അഴിമതി, അതുപോലെ തന്നെ അവർ ചെയ്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ പാരഡി ഗാനങ്ങൾ പൊതുവെ പുറത്തിറങ്ങാറ്. അത്തരത്തിൽ വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അയ്യപ്പ ഭക്തന്മാരുടെ വികാരത്തെ, അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി, അവരുടെ ഭക്തിഗാനത്തെ വികലമാക്കി എന്ന തരത്തിൽ തിരുവാഭരണ പാത സമിതി ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് DGP ഇപ്പോൾ അന്വേഷണത്തിനായി ADGP നിയോഗിച്ചത്. സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്, തിരുവനന്തപുരത്ത്.